ഇപ്പത്തെ തലമുറയിലെ ആണുങ്ങൾ ഏതാ പെണ്ണുങ്ങൾ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവേ ഇല്ല. ആൺകുട്ടികൾ മുടി വളർത്തി നല്ല മുടി വളർത്തിയിട്ട് പെണ്ണുങ്ങളെ ടൈപ്പ് ഓഫ് ജീൻസും ബാഗി ഡ്രസ്സും ഒക്കെ ഇട്ട് നടക്കുന്നില്ലേ? പെൺകുട്ടികളാണ് ജീൻസ് പാന്റ് ഷർട്ട്. നമ്മൾ അങ്ങോട്ട് പേര് ചോദിക്കണം, എന്താ പേരെന്താ? ആ പെൺകുട്ടിയായിരുന്നു അല്ലേ? ബോയ്ക്കട്ടൊക്കെ അടിച്ച് പെൺകുട്ടികൾ നടക്കുന്നില്ലേ? ഈ പറയുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഇത് ആണാണോ പെണ്ണാണോ അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. ഈ വ്യക്തി ട്രാൻസ്ജെൻഡറിൽ പെട്ട അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ളതല്ല എന്നുള്ളത് ട്രാൻസ്ജെൻഡർ വ്യക്തിത്വങ്ങൾ തന്നെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവർ പറഞ്ഞത് ആണേതാ പെണ്ണേതാന്ന് മനസ്സിലാവാതെ അയക്കുന്നു. അയ്യോ ഭയങ്കര കഷ്ടം എന്നാ പറഞ്ഞത്. ഈ പറഞ്ഞ വ്യക്തിയുടെ വേറൊരു രൂപം കാണിച്ചു തരാം, കണ്ടോ കാണി. ഇത് ആർക്കും തരില്ല. പുളിയച്ചാറ്, ഇതാണ് പുളിയച്ചാറ്. കണ്ടോ, പുളിയച്ചാറ് വാങ്ങിച്ചു, ഭയങ്കര ഇഷ്ടം പുളിയച്ചാറ്. ഇത് പത്തിരി എന്ന് പറഞ്ഞാൽ ഇത് പുളിയച്ചാറിന്റെ തന്നെ കുറില്ലാത്ത സംഭവം, പത്തിരി എന്ന് പറയും. ഇതാണ് പുളിയച്ചാറ്, ഇത് പത്തിരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പുളിമുട്ടായി കുട്ടികൾ തന്നെയാണ് പുളിമുട്ടായിയാണ്. അതിന്റെ മോന്തൊക്കെ നോക്കിയോ നിങ്ങൾ, മീശയുണ്ട് താടിയുണ്ട്. അപ്പൊ നേരത്തെ കണ്ട രൂപവും ഈ രൂപവും ഇപ്പൊ നമുക്ക് ഇത് ഏതാണെന്ന് എങ്ങനെ മനസ്സിലാവുക? ഇത് നമ്മൾ പറയുമ്പോൾ പല ആളുകൾക്കും തെറ്റിദ്ധാരണ ഉണ്ടാവും. തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് കാര്യമില്ല. കണ്ടോളി. ഇതിൽ ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേനും ഇവിടെ കണ്ടിട്ട് ഗൈസ്, ഇവിടെ ഭയങ്കര പെയിനാണ്. ഇതൊക്കെ കടിച്ച പാടാണ്. ഇതന്നെ കടിച്ച് മൊബൈലിൽ ഇത് വെച്ച് കുത്തിയതാണ്. ഇതൊക്കെ അടിക്കുമ്പോൾ ഇത് നെഗപ്പാടാണ് ഗൈസ്. പിന്നെന്താ, സത്യം പറഞ്ഞാൽ 3 മിനിറ്റ് ഉള്ളൂ വീഡിയോ, ഫുള്ളായി സംസാരിക്കാൻ പറ്റില്ല. ഞാൻ അടുത്ത എന്തായാലും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. നാണല്ലല്ലോടെ ചെങ്ങായി. ഒരു പെൺവേഷം കെട്ടി നടക്കുന്ന ഒരു ചെങ്ങായിടേക്കെന്ന് കടിയും മാന്തലും ഇടിയും കിട്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അതിങ്ങനെ പാടുകയാണ്. നാണോ മാനോ അല്ലാതെ. ഈ തിരിച്ച് തല്ലണം എന്നല്ല ഞാൻ പറയണത്, നാണോ മാനല്ലാടെ കൊണ്ടില്ലേ. എന്നിട്ട് പിന്നെയും ആ ചെങ്ങായിയുടെ പിന്നാലെ വാലും മാറ്റിയിട്ട്, വാലുണ്ടോന്ന് അറിയില്ല, ചിലപ്പോൾ പാൻറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമായിരിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ദേഷ്യം തോന്നിയേക്കാം. കണ്ടോക്കാം. എന്നാ ഇനി ഇതുപോലുള്ളൊരു ഫംഗ്ഷൻ നിങ്ങളുടെ? ഞങ്ങള് ഡേറ്റ് കൺഫേം ആയിട്ടില്ല. കല്യാണം എന്തായാലും ഉണ്ടാവും, ഗ്രാൻഡ് ആയിട്ട് തന്നെ. ഓൾറെഡി ഞങ്ങൾ കല്യാണം കഴിഞ്ഞതാണ്, നോർമലായിട്ട് കല്യാണം കഴിഞ്ഞാണ്, രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഉടനെ ഉണ്ടാവും കല്യാണം, ഒരു ഗ്രാൻഡ് ആയിട്ട് നടക്കണം. അപ്പോൾ കുറച്ച് വർക്ക് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പെൻഡിങ് ആയിട്ട് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഒരു 2-3 മാസത്തിനുള്ളിൽ ഉണ്ടാവും. കുറച്ചുകൂടി കഴിയും. ഇനി കുറച്ചുകൂടി വർക്ക് ഉണ്ട്, അപ്പൊ അത് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഗംഭീരാവും തീർച്ചയായിട്ടും. ഇങ്ങനെ കാണുമ്പോൾ ഒരു ആഗ്രഹം ഇത്രയും നല്ല അടിപൊളിയായിട്ട് നടത്താൻ. എനിക്ക് പേഴ്സണലി വളരെ എന്താ പറയാ ലിമിറ്റഡ് ആയിട്ട് നടത്താനാണ് ഇഷ്ടം. പക്ഷെ കുറച്ചുകൂടെ നമുക്ക് വൈൽഡ് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പൊ അവരെ കുറിച്ച് ഗ്രാൻഡ് ആക്കണം ഇൻഷാ അല്ലാഹ്. കല്യാണം ജീവിതത്തിൽ ഒന്നല്ലേ ഉണ്ടാവും. അതെ, അപ്പൊ അത് ഗ്രാൻഡ് ആക്കണം എന്നുള്ളത് ഉണ്ട്. കുഴപ്പമില്ല, നല്ലൊരു മൈൻഡ് തന്നെയാണ് അത്. നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ കേരളത്തിലുള്ളവരെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കല്യാണമാണ്. താങ്ക് യു. അതെ, ഒരുപാട് പേര് ഞാൻ കല്യാണം കഴിച്ച് പോവാണല്ലോ അല്ലേ. നമ്മളെ കല്യാണം ഇൻഷാ അല്ലാഹ് ഉണ്ടാവും, തീർച്ചയായും പ്രതീക്ഷിക്കാം. ശരി, ഓക്കെ, ബൈ. ഇപ്പൊ നേരത്തെ ഈ വ്യക്തി പറഞ്ഞത് എന്താണ്? ഫസ്റ്റ് നമ്മൾ കാണിച്ചത് ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ പറ്റൂല, പെൺകുട്ടികളൊക്കെ ബോയ് കട്ട് നടത്തുകയാണ്. ഇതെന്താണ് സാധനം? അത് ചോദിക്കാൻ പാടില്ല. ഇനി അത് പോട്ടെ. ആ മുന്നിൽ പോയ നാണല്ലാത്തോ നേരത്തെ തല്ലുകൊണ്ടിട്ട് കരഞ്ഞിരുന്നില്ലേ, അവനാണ് ആ വാലാട്ടിയും കൊണ്ട് നടന്നത്. അവന് ഇവനെ കെട്ടുക അത്രേ. നിക്കാഹൊക്കെ നടന്നു എന്ന് പറഞ്ഞു. എന്ത് നിക്കാഹ ചെങ്ങായേ? പെണ്ണും ആണും തമ്മിലല്ലേ നിക്കാഹ്? ഒരു പുരുഷൻ അല്ലേ ഒരു സ്ത്രീയെ അല്ലേ നിക്കാഹ് കഴിക്കുക? ഈ ആണെങ്ങനെ നിക്കാഹ് കഴിക്കുക? ഇത് പണ്ടാരോ പറഞ്ഞു, അവിടെ ഫായത ഉണ്ടോ? കോലുകളി നടത്താനുള്ള നിക്കാഹാണോ? അങ്ങനെ നിക്കാഹ് ഇസ്ലാമിലില്ല. ഇനി കുറെ കാണിക്കാനുണ്ട്, പറയുന്നില്ല. ഇത് കാണിക്കാൻ കാര്യം ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയുന്നില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഈ വിഷയത്തിൽ മുൻപൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരു ട്രാൻസ് വുമൺ വന്നിട്ട് കമൻ്റ് ചെയ്തിരുന്നു, അവർക്കറിയാം അവരുടെ സതയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ട്രാൻസ് വുമണിനെയും ട്രാൻസ് പേഴ്സണെയും, അത് വുമൺ ആവട്ടെ മാൻ ആവട്ടെ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അവരുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും അതിലൊന്നും നമ്മളൊന്നും പറയാൻ പോകുന്നില്ല. അവരുടെ കമ്മ്യൂണിറ്റിയെ ഇകഴ്ത്താൻ പോകുന്നില്ല. അവരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു ട്രാൻസ് വുമൺ, പയ്യനായിരുന്നു പിന്നീട് ലേഡിയായി മാറിയ ഒരു ട്രാൻസ് വുമൺ പറയുന്നൊന്ന് കേൾക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് നേരത്തെ കാണിച്ച ആ വ്യക്തിയെ നമ്മളിങ്ങനെ പറയുന്നത് എന്നുള്ളത്. കേട്ടോക്കൂ. ഞാൻ ഒരിക്കലും എന്നെ ഒരു ലേഡി ആയിട്ട് കൺസിഡർ ചെയ്യണം ഞാൻ പറയാറില്ല. ഒരു ട്രാൻസ് വുമൺ,
എന്നുവെച്ചാൽ പക്ക പുരുഷൻ സമൂഹം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ലേഡി അല്ല ഞാൻ. എന്നുവെച്ചാൽ ഒരു ഗർഭിണിയാവാൻ അല്ല, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് സമൂഹത്തിന്റെ. പക്ഷെ ഇതൊരു ശരീരം ആണിന്റെയും മനസ്സും അതിൽ പ്രവർത്തിക്കേണ്ട ഹോർമോൺസുകളും ലേഡിയുടെ ആയതിന്റെ പേരിൽ ഒരു ലേഡി എന്നുള്ള സർജറി കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ലേഡി ആയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ ഇവർ പറഞ്ഞത് എന്താണ്, ഞാനൊരു ലേഡിയാണ് എന്ന് പറയുന്നില്ല, എന്നെ അങ്ങനെ ആരും അംഗീകരിക്കണമെന്നില്ല. ഒരു ട്രാൻസ് വുമൺ അങ്ങനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, നമ്മൾ ആ ഒരു അർത്ഥത്തിൽ തന്നെ അവരെ മാനിക്കുന്നുമുണ്ട് അല്ലേ. ഇവിടെ സർജറി കഴിഞ്ഞ ടോപ്പ് സർജറിയും ബോട്ടം സർജറിയും ഒക്കെ കഴിഞ്ഞ് ഒരുപാട് വേദന സഹിച്ച് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഹോർമോൺ ചികിത്സയും ലേസർ ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ട്രാൻസ് വുമണായി കഴിഞ്ഞ ഈ ട്രാൻസ് വുമൺ ഇനിയിപ്പോൾ സ്ത്രീ ആയിട്ട് അവർ തന്നെ പറയുന്നുണ്ട്, സ്ത്രീ ആയിട്ട് പരിഗണിക്കൊന്നും വേണ്ട എന്നുള്ളത്. ഒരു ട്രാൻസ് വുമൺ ഈ മാന്യത പോലും നേരത്തെ കാണിച്ച വ്യക്തി കാണിച്ചിട്ടില്ല. അവരിപ്പോഴും കോലി കളിച്ചും കൊണ്ട് കിടക്കുക. എന്നിട്ട് വലിയ ഒരു അവളിപ്പോൾ പുതിയൊരു സ്ത്രീ ആയിട്ട് ഇങ്ങനെ എടേ നീ പുരുഷനാണ്, മുടി നീട്ടി വളർത്തിയിട്ട് താടി മീശയൊക്കെ ലേസർ അടിച്ച് കളഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ വെച്ച് പിടിപ്പിച്ചിട്ട് അത് കമൻറ്റിൽ വരും, എന്താണ് വെച്ച് പിടിപ്പിച്ച് ഇപ്പോൾ പുതിയതായിട്ട് എന്തിനാ വില കൂടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പോകില്ല. ഇവർ പറയുന്ന കുറച്ചും കൂടി നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ ഒരു ട്രാൻസ് വുമൺ ആയിട്ട് കണ്ടാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒരു പരിഗണനയും തരണ്ട. ട്രാൻസ് വുമൺ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയിലാണെങ്കിലും ഒരു റോള് കിട്ടുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥയാണെങ്കിൽ അതൊരു മാഡം എന്നാണ് വിളിക്കുക. ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ അഡ്വക്കേറ്റിനെയും അങ്ങനത്തെ രീതിയിൽ വിളിക്കുള്ളൂ. അതുപോലെ ലെക്ചർ ആണെങ്കിൽ അപ്പൊ അതുപോലത്തെ റോളുകൾ എനിക്ക് കിട്ടിയാൽ മതി എന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് കിട്ടുന്നതൊക്കെ ബോണസ് ആയിട്ടേ ഞാൻ കാണുള്ളൂ. അവരൊരു ആക്ട്രസ് ആണ് അല്ലെങ്കിൽ ആക്ടറാണ് എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഒരു വേഷം കിട്ടുമ്പോൾ അവിടെ എന്താണോ വിളിക്കുന്നത് അതുപോലെ കണ്ടാൽ മതി എന്നുള്ള തലത്തിലാണ് അവർ സംസാരിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ട്രാൻസ് വുമൺ എന്ന് പറഞ്ഞാൽ അതവരതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് പോകുന്നുണ്ട്. ഇത് ട്രാൻസ് വുമൺ ആകൂല്ല, എന്നാൽ ഞാൻ ട്രാൻസ് അല്ല, ഞാൻ ലേഡിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു അർത്ഥത്തിൽ ഫഹദ് പറയുന്ന 1-2 വാക്കുകളുണ്ട് എന്ന് ഞാൻ പറയണില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഫഹദ് പറയുന്ന പോലെ ചില വാക്കുകളൊക്കെ ഫഹദ് പറയാറുണ്ട്, ഞാനതൊന്നും പറയാൻ പോകുന്നില്ല. അത്ര മോശമായിട്ടൊന്നുമല്ല, അതിനുപോലുള്ള യോഗ്യത ഇല്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ഈ വീഡിയോ വീണ്ടും ചെയ്യാൻ കാര്യം. ഇത് നമുക്കിടയിലൂടെ പണ്ട് ദുബായിലൊക്കെ ആയിരുന്നു പറഞ്ഞു, അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റാതെ ഇങ്ങ് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കുടുംബങ്ങൾക്കിടയിലൂടെയൊക്കെ അല്ലേ ഈ വേഷം കെട്ടിയിട്ട് ജീവിക്കുന്നത്, ആൾമാറാട്ടം അല്ലേ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് നിക്കാഹ് കഴിഞ്ഞു ആരെ ഒരു ചെക്കനുമായിട്ട് ഇവനൊരാണ് 10-38 വയസ്സായൊരു ചെങ്ങായി. എടാ ബാല്യക്കാരാ, അണക്ക് ആ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് വല്ല മൈക്കാട് പണിക്കും പോയിക്കൂടെ, തേപ്പ് പണിക്കും പോയിക്കൂടെ, വല്ല കമ്പി പണിക്കും പോയിക്കൂടെ, ഈ സെൻട്രിങ് പണിക്ക് അല്ലേ. അതാണ് ഈ വിഷയത്തിൽ ചോദിക്കുവാനുള്ളത്. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്താം എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് മൻസൂർ മണ്ണാർക്കാട്. ഇപ്പത്തെ തലമുറയില് ആണുങ്ങൾ ഏതാ പെണ്ണുങ്ങൾ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവേ ഇല്ല. ആൺകുട്ടികൾ മുടി വളർത്തി നല്ല മുടി വളർത്തിയിട്ട് പെണ്ണുങ്ങളെ ടൈപ്പ് ഓഫ് ജീൻസും ബാഗി ഡ്രസ്സും ഒക്കെ ഇട്ട് നടക്കുന്നില്ലേ. പെൺകുട്ടികളാണ് ജീൻസ് പാന്റ് ഷർട്ട്. നമ്മൾ അങ്ങോട്ട് പേര് ചോദിക്കണം, എന്താ പേരെന്താ, പെൺകുട്ടിയായിരുന്നു അല്ലേ, ബോയ്ക്കട്ടൊക്കെ അടിച്ച് പെൺകുട്ടികൾ നടക്കുന്നില്ലേ.